ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്കായിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നതിനെ അല്ല ഡിസിഷൻ മേക്കിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഇതൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിലൂടെ ഒരു ആൻസറിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോസസ്സിൽ നമ്മൾ കുറച്ച് സ്റ്റെപ്സ് പഠിച്ചു. ആ സ്റ്റെപ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സ്റ്റെപ്പ് നമ്പർ 1 എന്താണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മളുടെ മുമ്പിൽ ഒരു പ്രശ്നം വന്നു. ആ പ്രശ്നത്തെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ എന്തുകൊണ്ട് ഞാൻ ഈ പ്രശ്നം സോൾവ് ചെയ്യണം എന്ന കൺക്ലൂഷനിലേക്ക് എത്തണം. ഫസ്റ്റ് സ്റ്റെപ്പില് രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പ്രോബ്ലം എന്തുകൊണ്ട് ഞാൻ ഇപ്പോൾ സോൾവ് ചെയ്യണം, അതിൽ നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ആരാണ് ഇതിൽ അഫക്റ്റ് ആവുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം സോൾവ് ചെയ്യണം. സോൾവ് ചെയ്ത് നമുക്കൊരു ഡിസിഷനിലേക്ക് പോകണം. ആ ഡിസിഷനിലേക്ക് പോകുന്ന സമയത്ത് ആരൊക്കെയാണ് ഇതിൽ അഫക്റ്റ് ആവുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അതുപോലെ തന്നെയാണ് ഇതിന് ഡെഡ് ലൈൻ ഉണ്ടോ, അർജൻസി ഉണ്ടോ എന്നും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റണം. അതായത് ഈ ഡിസിഷൻ നിങ്ങൾക്ക് ഇപ്പൊ എടുക്കണോ, ഇന്നോ നാളെയോ എടുക്കണോ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് എടുത്താൽ മതിയോ എന്നും നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സ്റ്റെപ്പില് നമ്മൾ പ്രോബ്ലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടത്.